കൊടകര കുഴൽപ്പണ കവർച്ചാ കേസിൽ കുറ്റപത്രം സമർപ്പിക്കാൻ ഒരുങ്ങി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ മാസം തന്നെ കുറ്റപത്രം സമർപ്പിച്ചേക്കും. അന്വേഷണം അവസാന ഘട്ടത്തിലെന്ന് ഇന്ന് ഹൈക്കോടതി അറിയിക്കും. വിവരങ്ങളുമായി ശ്രീകാന്ത് ചേരുന്നു. ശ്രീകാന്ത്, പക്ഷേ കേരള പോലീസ് ഇഡിക്ക് അയച്ച കത്തിലെ 43,40,00,000 പറ്റി അന്വേഷണം ഒന്നുമില്ല. ആകെയുള്ള അന്വേഷണം ഈ കുഴൽപ്പണത്തിൽ പിടിച്ചെടുത്ത പണം കള്ളപ്പണം ആക്കിയോ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ എന്ന വളരെ തുലവും തുച്ഛമായ അന്വേഷണ പരിധി മാത്രമേ ഉള്ളൂ ആ കുറ്റപത്രത്തിൽ, അല്ലേ ശ്രീകാന്ത്? ഹഷ്മി, കൊടകര കേസുമായി ബന്ധപ്പെട്ട് ഇതിന്റെ അന്തിമ കുറ്റപത്രം സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്നാണ് മനസ്സിലാകുന്നത്. കാരണം കൊടകര കുഴൽപ്പണ കവർച്ചാ കേസിനെ തുടർന്ന് പിന്നീട് ഈ കള്ളപ്പണം വെളുപ്പിച്ചു എന്നുള്ളതാണ് ഇഡിയുടെ കേസ്. അതിൽ ഈ കവർച്ചാ കേസിൽ ഉൾപ്പെട്ടവർ തന്നെയാണ് പ്രതികളായി വരുന്നത്. BJP നേതാക്കൾ ആരും തന്നെ ഇതിൽ പ്രതികളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലോ ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2023 ജനുവരിയിലാണ് ഈ കേസ് ഈ കേസ് ECIR രജിസ്റ്റർ ചെയ്യുന്നത് ഇഡി. അതിനുശേഷം കോടതിയിൽ ഈ കേസിന്റെ ഇപ്പോഴത്തെ നില എന്താണ് എന്നറിയാൻ ഒരു ഹർജി എത്തി. ആ ഹർജി ഇന്നും ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. ആ ഘട്ടത്തിൽ ഇത് അന്തിമ കുറ്റപത്രം വയ്ക്കാൻ പോവുകയാണ് എന്ന കാര്യം കോടതിയിൽ ഇഡി അറിയിക്കും. ശേഷമായിരിക്കും ഇതിന്റെ നടപടികൾ. ഈ മാസം തന്നെ കുറ്റപത്രം സമർപ്പിക്കാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ലക്ഷ്യമിടുന്നത്. ഓക്കെ, ശ്രീകാന്താണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ അറിയാം എത്രത്തോളം വിസ്തൃതിയിൽ ഇഡി ആ വിഷയം അന്വേഷിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം.